അമ്മച്ചേ എന്നാ പരിപാടി? ഇന്ന് ഇച്ചിരി നീലക്കാച്ചില് കൊറിയർ ചെയ്യാനായിട്ടുള്ള പരിപാടിയാ. മുറിച്ച് ചാരമൊക്കെ തേച്ച് വെച്ചു അല്ലേ? ചാരം മുറിപ്പാടൊക്കെ ചാരം തൂത്തുണ്ട്. ഇനി നടുന്നവര് ഇങ്ങനെ കൊണ്ട് കുഴി വയ്ക്കുമ്പോ ഇവിടെ ഒരു കത്തിക്ക് ഒരു അരിവയ്ക്കോ എന്തെങ്കിലും ഇങ്ങനെ ഒരു കൊത്തു കൊടുത്തേച്ചങ്ങ് വെച്ചോട്ടോ. അങ്ങനെയാണ് മുളയ്ക്കുക. അങ്ങനെയാണ് ഞാൻ സാധാരണ നടന്നത്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോ. കരികലി ചപ്പും കരികലിയൊക്കെ വാരിയിട്ടതിന് ശേഷം നടാവുള്ളൂ. ഞാനത് കൊറിയർ ചെയ്യണത് പാക്കറ്റ് ഇതിനകത്തേക്ക് ഇലയൊക്കെ കീറിയിട്ടാണ് വെക്കണേ. കാരണം നമ്മളെപ്പോലെയുള്ള കർഷകരിൽ മേടിക്കുന്നത് അവർക്ക് കേടൊന്നും ഇല്ലാതെ അവിടെ എത്തണം സാധനം. എടുത്ത് വെച്ചു. ഇങ്ങനെ നമ്മള് പാഴ്സൽ ചെയ്യണം കേട്ടോ. പാഴ്സൽ ചെയ്യണം. ഇത് മൊത്തം ഇന്ന് പാക്ക് ചെയ്യാനുള്ള ഇത് ഇന്ന് വന്ന ഓർഡർ ആട്ടോ. ഇത് ഇന്ന് വന്നതല്ല, കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് വന്നതാ. ഇന്ന് നമ്മളെല്ലാം കൂടെ അയക്കണേ. ഇപ്പൊ ഏകദേശം വിത്ത് തീർന്നൂല്ലേ മേ? കഴിഞ്ഞ ദിവസം അയച്ച എല്ലാം കൂട്ടി ഇതിന്റെയൊക്കെ തിരികട മുറിച്ച് വെച്ചേക്കണ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളു. ഇതൊക്കെ ഞാൻ കുഴിച്ചു വെക്കണം. ഇതൊക്കെ നമുക്ക് ഇനി തിരികട കുഴിച്ചു വെക്കാനുള്ളൂ. ഈ ചിരിച്ചില്ലാത്തൊക്കെ എനിക്ക് അത് കുഴിച്ചു വെക്കും. അത് നാളെ ഞാൻ കുഴിച്ചു വെച്ച് കാണിക്കാട്ടോ. അപ്പൊ ഇത്ര അയക്കാനുണ്ട് കണ്ടോ. ഒരു കാര്യങ്ങൾ പറയട്ടെ, ഞാനിത് മണ്ണി കുഴിച്ചു വെച്ച കാച്ചിൽ തന്നെയാട്ടോ. പക്ഷെ ഇത് മണ്ണിന് ചാക്കിനകത്ത് കൊണ്ടേ വെച്ചെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒത്തിരി മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി. ആൾക്കാർ പറഞ്ഞ ചാക്കിലേക്ക് കാച്ചില് കൊണ്ടേ വെച്ചിട്ട് മണ്ണിട്ട് മൂടിയതാണ്. മണ്ണിട്ട് മൂടിയിട്ട് അത് ചുമ്മാ എടുക്കണേ. ഞങ്ങൾക്ക് അങ്ങനെ കള്ളത്തിനൊന്നും കാണിക്കണ്ട കേട്ടോ മക്കളെ. കാരണം ഉള്ളത് സത്യസന്ധമായി നമ്മള് ഇത്രയും കഷ്ടപ്പെട്ട് പ്രയത്നിച്ചിട്ട് ഇങ്ങനെ ഒരു പറയുമ്പോ ഒരു കമന്റ് വരുമ്പോഴാണേലും ശരിക്കും വിഷമം തോന്നി. ദേവിയത് ഇത് ചെയ്യാത്തവരായിരിക്കും, കൃഷി ചെയ്യാത്തവരായിരിക്കും കേട്ടോ. ചൂടൊന്നും അനുഭവിക്കാത്തവരായിരിക്കും. ചേച്ചിമാരെ കമന്റ് ഇട്ടാണ്. പക്ഷെ സത്യാവസ്ഥ ഞങ്ങളുടെ ഒറിജിനലാണ്. ഞങ്ങൾ അങ്ങനെ ഒരിക്കലും കബളിപ്പിക്കണേ അല്ല കേട്ടോ. അങ്ങനെ ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ട്. അത് കണ്ടപ്പോഴൊക്കെ ഭയങ്കര വിഷമം തോന്നി. സാരില്ല, അവരെ പലരും ജനം പലവിധമല്ലേ. അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. ഞാൻ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ശരിക്കും ഇത് മണ്ണ് കുതിർന്നിരിക്കണത് നേരത്തെ ചേനായിട്ടു എന്ന് പറഞ്ഞപ്പോ മണ്ണാർന്നു. ഇത് ഞാൻ അറക്കപ്പൊടി കൂട്ടിയിട്ടാ വയ്ക്കണേ. അതുകൊണ്ട് മണ്ണൊത്തിരി ഉറക്കണില്ല കേട്ടോ. അങ്ങനെ സംഭവിക്കുന്നതാണ്. ഞാൻ നട്ട് കാണിച്ചു തരാം. നാളെ നട്ട് കാണിച്ചു തരാമേ. അപ്പൊ ഇതൊക്കെ ഇന്ന് അയക്കട്ടെ കേട്ടോ. അപ്പൊ കൂട്ടുകാരെ നമ്മള് പാക്ക് ചെയ്തോണ്ടിരിക്കുവാണ്. അഡ്രസ് വായിക്കാൻ കണ്ണറിയാമല്ലോ. അഡ്രസ് വായിക്കണം അമ്മച്ചി കണ്ണറിയില്ല. അമ്മച്ചി 2 വിത്തുള്ളവരൊക്കെ ഉണ്ട്. ഇത് 2 വിത്താ. അപ്പൊ പാക്ക് ചെയ്തോണ്ടിരിക്കുവാണ്. അപ്പൊ വേറെ ഒന്നുമില്ല. ഇപ്പൊ നമുക്ക് തൽക്കാലം ഓർഡർ തരാനുള്ള സാധനങ്ങളില്ല കേട്ടോ. നമ്മുടെ ഏകദേശം സാധനങ്ങൾ തീർന്നു. കുറച്ച് വിത്തും കൂടെ ഉള്ളായിരുന്നു. ഇനിയിപ്പോ പറിക്കുമ്പോഴാണ് ഇനി അടുത്ത പാഴ്സൽ ചെയ്യാനുള്ള വകുപ്പുള്ളൂ. പറിക്കാന്ന് പറഞ്ഞാൽ മണ്ണി കുഴിച്ചിട്ട് പ്ലാവിനോട് കിടപ്പുണ്ട്. അത് പറിക്കണമെങ്കിൽ നോക്കട്ടെ. ഉണ്ടെങ്കിൽ ഒരു വീഡിയോ കൂടെ ഇടാം. മക്കളെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ.